സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഒക്ടോബറിന്റെ തുടക്കം മുതൽ ലക്ഷം കണ്ട് പറന്നുയരുന്ന സ്വർണ്ണവില പവന് 90,000 എന്ന നിലയിലേക്ക് ഉയർന്നതിന് ശേഷം ലക്ഷത്തിലേക്കുള്ള കുതിപ്പിന് ഗതിവേഗം കുറഞ്ഞിട്ടുണ്ട്. 21-ാം തീയതിയായിരുന്നു സ്വർണ്ണവില ഒക്ടോബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയത്. 97,360 രൂപയായിരുന്നു അന്ന് വില. ഒക്ടോബർ 3-ന് പവന് 86,560 രൂപയായിരുന്നു സ്വർണ്ണവിലയെങ്കിൽ ഒക്ടോബർ 8-ന് അത് 90,000 കടന്നു. എന്നാൽ 2 ദിവസത്തിന് ശേഷം വീണ്ടും 89,680 തിരിച്ചിറങ്ങി. തൊട്ടടുത്ത ദിവസം വീണ്ടും 90,000 കടന്നു. പിന്നീട് ഒക്ടോബർ 27 വരെ വില 90,000-ന് മുകളിലായിരുന്നു. 28-നാണ് വീണ്ടും തിരിച്ചിറങ്ങാൻ തുടങ്ങിയത്. പവന്റെ വില ലക്ഷത്തിനോട് അടുക്കുമെന്ന് പ്രതീതി നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്: ഈ വില എപ്പോൾ കുറയും? ഇത്രയും എത്തിയ സ്വർണ്ണവില ഇനി കുറഞ്ഞേക്കില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. പക്ഷെ സ്വർണ്ണവില കുറയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സ്വർണ്ണവിലയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഭാവിയിൽ സ്വർണ്ണവില 50,000-ന് താഴെ വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ സന്തോഷ് ടി വർഗീസ് പറയുന്നത്. 1979-ൽ 1 ഔൺസ് സ്വർണത്തിന് $226 ആയിരുന്നു വില. 1988-ൽ അത് $480 ആയിട്ട് ഉയർന്നു. 2002-ൽ $278 വീണ്ടും കുറഞ്ഞു. 2006 വരെ $300 താഴെ എന്ന നിലയിലായിരുന്നു 1 ഔൺസ് സ്വർണത്തിന്റെ വില. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വീണ്ടും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ ആളുകൾക്ക് സ്വർണത്തിനോടുള്ള താല്പര്യം കുറയുകയും സ്വർണത്തിലേക്ക് പോയ ആ നിക്ഷേപമെല്ലാം സമ്പദ് വ്യവസ്ഥയിലേക്ക് തന്നെ റിട്ടേൺ വരികയും ചെയ്യും. ആ നിക്ഷേപം സർക്കാരിന്റെ ബോണ്ട് എന്ന നിലയിലേക്കും ഓഹരി വിപണിയിലേക്കും തിരിച്ചെത്താൻ സാധ്യതയുണ്ടെന്നും പ്രൊഫസർ സന്തോഷ് ടി വർഗീസ് പറയുന്നു. എന്തായാലും വലിയ അളവിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വസിക്കാൻ വകയുണ്ടെന്നാണ് പേസ് 360ന്റെ സഹസ്ഥാപകനും ചീഫ് ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റുമായ അമിത് ഗോയൽ പറയുന്നത്. കാരണം സ്വർണ്ണവിലയും വെള്ളിവിലയും കയറിയതുപോലെ തിരിച്ചിറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഡോളർ സൂചിക ദുർബലമായിരുന്നപ്പോൾ 2 തവണ മാത്രമാണ് സ്വർണവും വെള്ളിയും ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 2 സാഹചര്യങ്ങളിലും പിന്നീട് വൻ തകർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് അമിത് ഗോയൽ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യാന്തര വിപണിയിലെ നിലവിലെ മൂല്യം നിലനിർത്താനുള്ള ചെറുത്തുനിൽപ്പിലാണ് സ്വർണവും വെള്ളിയും. ഇത് സ്വർണത്തിന്റെ കുതിപ്പ് അവസാനിക്കുന്നതിന്റെ ലക്ഷണമെന്ന നിലയിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനുശേഷം സ്വർണ്ണവിലയിൽ ഒരു തിരിച്ചിറക്കം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നു. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ നിന്ന് 30,000 രൂപ വരെ കുറയും. അതായത് സ്വർണം 10 ഗ്രാമിന് 77,701 കുറയാം. അങ്ങനെ വന്നാൽ ഗ്രാമിന് 7,770 പവന് 62,160 സ്വർണ്ണവില താഴുമെന്നാണ് ഗോയലിന്റെ പ്രവചനം. 2007 മുതൽ 2008 വരെയും 2011-ലും തുടർച്ചയായി കുറച്ചു കാലത്തേക്ക് വില ഉയർന്നു നിന്നതിന് ശേഷം സ്വർണ്ണവില ഏകദേശം 45% ഇടിഞ്ഞിരുന്നു. സമാനമായ സാഹചര്യം ഈ സമയങ്ങളിലും പ്രതീക്ഷിക്കാം. വെള്ളിവിലയിൽ 50% ഇടിവാണ് അമിത് ഗോയൽ പ്രവചിക്കുന്നത്. എന്തായാലും സാമ്പത്തിക വിദഗ്ധർക്കും വ്യാപാരികൾക്കും അപ്പുറം സാധാരണക്കാരനും ഉറ്റുനോക്കുന്ന ഒന്നാണ് സ്വർണ്ണവില. ഭാവിയിൽ സ്വർണ്ണ വിപണിയിലെ കയറ്റിറക്കം എന്താകുമെന്ന് നമുക്ക് നോക്കിക്കാണാം.